Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കടുത്ത നെഞ്ചുവേദനയെന്ന് പരാതിപ്പെട്ടെങ്കിലും കേവലം ദഹന പ്രശ്നം മാത്രമെന്ന് വിധിയെഴുതിയ ഡോക്ടർമാർ മൂലം NHS നഴ്സിന് ദാരുണാന്ത്യം. തങ്ങളുടെ പ്രിയപ്പെട്ടവളെ ഡോക്ടർമാർ കൈവിട്ട് കളഞ്ഞതോടെ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്ന ആരോപണവുമായി NHS നഴ്സിന്റെ കുടുംബം രംഗത്ത് വന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ടെയിംസൈഡിലെ ഡെന്റലിൽ നിന്നുള്ള 47-കാരി പോളോ ഇവേഴ്സിനെയാണ് വീട്ടിലെ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ മകൾ കണ്ടെത്തിയത്. 2024 മാർച്ച് 8-നായിരുന്നു സംഭവം. ഇതിന് 3 ദിവസം മുൻപാണ് കടുത്ത നെഞ്ചുവേദനയുമായി ഇവേഴ്സ് ടെയിംസൈഡ് ഹോസ്പിറ്റൽ എത്തിയത്. പ്രസവവേദനയേക്കാൾ കടുപ്പമേറിയ വേദനയെന്ന് NHS നേഴ്സ് പറഞ്ഞെങ്കിലും ഡോക്ടർമാർ കാര്യമാക്കിയില്ല. ദഹന പ്രശ്നം മാത്രമാണെന്ന് വിധിച്ച് ഇവരെ വീട്ടിലേക്ക് മടക്കി. ബുദ്ധിമുട്ടിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലെന്നും ഇവർ ഉറപ്പു നൽകിയതായി സ്റ്റോക്ക്പോർട്ട് കൊറോണൈറ്റ്സ് കോർട്ടിലെ ഇൻക്വസ്റ്റിൽ കുടുംബം വ്യക്തമാക്കുന്നു. മരണശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആൾട്ടറിയായ എയോർട്ടയിൽ കീറലുണ്ടായെന്ന് കണ്ടെത്തി. ഓക്സിജൻ നിറച്ച രക്തം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുവഴിയാണ്. ഈ കേടുപാട് യഥാർത്ഥത്തിൽ കാർഡിയക് അറസ്റ്റിന് കാരണമായി. എന്നാൽ ആശുപത്രിയിൽ ഇതൊന്നും കണ്ടെത്തിയില്ലെന്ന് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു NHS നേഴ്സിന് ആവശ്യമായ പരിചരണവും കൃത്യമായ രോഗസ്ഥിരീകരണവും ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. റിഫോം UKയെ തടയുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിന് കടുത്ത പ്രഖ്യാപനവുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. UKയുടെ അനധികൃത ഇമിഗ്രേഷൻ കണക്കുകൾ കാര്യങ്ങൾ പ്രതിസന്ധി എത്തിക്കുമെന്ന് ലേബർ ഗവൺമെന്റിന് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് റിഫോം UK ഈ വിഷയത്തിൽ ഊന്നിയാണ് മുന്നേറി വരുന്നത്. ഇതിന് തടയിടാൻ പഴയകാല ഇടതു നയങ്ങൾ മറന്ന് നീങ്ങേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ ലേബർ ഹോം സെക്രട്ടറി അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള സുപ്രധാന നയങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ വരെയുള്ള സമയം കൊണ്ട് അനധികൃതമായി പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ 27% വർധനവുണ്ടായത് ഞെട്ടിക്കുകയാണ് എന്നും ഷബാന മഹ്മൂദ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരും മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ ജാഗ്രത പാലിക്കുക എന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം തൈക്കാട് സംഘർഷത്തിനിടെ 19-കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അക്രമി സംഘത്തിലെ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രതികളിൽ ചിലർ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിൽ ഉള്ളവരിൽ കാപ്പ കേസ് പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊലപാതകം ആസൂത്രിതമെന്ന സംശയത്തിലാണ് പോലീസ്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് തമ്പാനൂർ തോപ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അലൻ എന്ന യുവാവ് കുത്തേറ്റ് മരിച്ചത്. ഫുട്ബോൾ ക്ലബ്ബുകൾ തമ്മിൽ നാളുകളായി നിലനിൽക്കുന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തർക്കം തീർക്കാൻ ഇന്നലെ ഒത്തുതീർപ്പ് ചർച്ച വച്ചിരുന്നു. അതിനിടയിലാണ് കൊലപാതകം. കൂടുതലും വിദ്യാർത്ഥികളാണ് ക്ലബ്ബിൽ കളിക്കുന്നത്. പ്രശ്നം തീർക്കാൻ പുറത്തുള്ളവരെയും കൂട്ടിയിരുന്നു എന്നാണ് വിവരം. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് പ്രതികളെക്കുറിച്ച് പോലീസ് സൂചന ലഭിച്ചത്. ഹെൽമറ്റ് കൊണ്ട് ശക്തമായി അലിന്റെ തലയിൽ ഇടിക്കുകയും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയും ചെയ്തു എന്നാണ് സാക്ഷിമൊഴി. അലിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വ്യാപക ക്രമക്കേട് നടന്നെന്നും ഫലം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയിച്ചു. ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. ഫോം 20 പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണം. ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് ഹർജിക്കാരൻ. 2026 ഫിഫ ലോകകപ്പിന് ടിക്കറ്റ് എടുത്ത പോർച്ചുഗൽ ഗ്രൂപ്പ് എഫിലെ അവസാന മത്സരത്തിൽ അർമേനിയയെ 1-നെതിരെ 9 ഗോളിന് തകർത്താണ് പറങ്കിപ്പട വരുന്നത്. സസ്പെൻഷനിലായ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ ഇറങ്ങിയ പോർച്ചുഗലിനായി ബ്രൂണോ ഫെർണാണ്ടസും ജാവോ നെവസും ഹാട്രിക് നേടി. 6 മത്സരങ്ങളിൽ 4 ജയവും ഓരോ സമനിലയും തോൽവിയുമായി 13 പോയിന്റാണ് പോർച്ചുഗലിന്റെ സമ്പാദ്യം. 2-ാം സ്ഥാനത്തുള്ള അയർലൻഡ് തുടർച്ചയായി 7-ാം തവണയാണ് പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ലോകകപ്പിലെ ആദ്യ മത്സരവും ക്രിസ്ത്യാനോയ്ക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നും വിവരങ്ങൾ. 6 ലോകകപ്പുകൾ കളിക്കുക എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ. 2026 ലോകകപ്പിൽ ക്രിസ്ത്യാനോയും അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സിയും ഇറങ്ങിയാൽ ഈ റെക്കോർഡ് ഇരുവരും പങ്കിടും. അയർലൻഡിനെതിരായ കളിയിൽ ചുവപ്പ് കാർഡ് കണ്ടതിനെ തുടർന്നാണ് 40-കാരൻ ക്രിസ്ത്യാനോ ടീമിന് പുറത്തായത്. 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനായുള്ള യോഗ്യതാ റൗണ്ട് പോരാട്ടങ്ങളുടെ അവസാന ഘട്ടമാണ് നിലവിൽ നടക്കുന്നത്. ഇതിനകം 34 ടീമുകൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടി. യൂറോപ്യൻ മേഖലയിൽ 16 ടീമുകൾ പ്ലേ ഓഫിലേക്ക് കടന്നു. ഈ മത്സരങ്ങൾ അടുത്ത വർഷം മാർച്ച് മാസത്തിലാണ് നടക്കുക. ലോകകപ്പ് ഡ്രോ ഡിസംബർ 5-ന് നടക്കും. ഇറ്റലി, ഉക്രൈൻ, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, അൽബേനിയ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, പോളണ്ട് എന്നിവരാണ് യൂറോപ്പിൽ നിന്നുള്ള യോഗ്യതാ റൗണ്ടിലെ റണ്ണേഴ്സ്. ഇവർ പ്ലേ ഓഫ് കളിച്ച് ജയിച്ചു വേണം യോഗ്യത നേടാൻ. ഇവർക്കൊപ്പം റുമാനിയ, സ്വീഡൻ, നോർത്തേൺ അയർലൻഡ് എന്നിവയും പ്ലേ ഓഫ് കളിക്കണം. ആകെയുള്ള 16 ടീമുകളെ 4 ടീമുകൾ ഉൾപ്പെടുന്ന 4 പോർട്ടുകളായി തരംതിരിക്കും. ഫിഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പോർട്ട് A മുതൽ പോർട്ട് C വരെയുള്ള ഗ്രൂപ്പുകളെ തരംതിരിക്കുക. നേഷൻസ് ലീഗ് വഴിയുള്ള യോഗ്യത അനുസരിച്ചാണ് പോർട്ട് Dയിലെ ടീമുകളെ തരംതിരിക്കുന്നത്. ഒരു ടീമിനും 2 ജയമാണ് ലോകകപ്പ് യോഗ്യതയ്ക്കായി വേണ്ടത്. ഒരു സെമി, ഒരു ഫൈനൽ എന്ന അടിസ്ഥാനത്തിലാണ് മത്സരം. മാർച്ച് 26-നും മാർച്ച് 31-നുമാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.67 ഇന്ത്യൻ രൂപയാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്
ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും